ഹലോ ഗൈസ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കിയാലോ. പച്ച തക്കാളി കൊണ്ട് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടൊമാറ്റോ തോരൻ വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 5-8 പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. ഒട്ടും പഴുക്കാത്ത തക്കാളി വേണം, പഴുത്ത തക്കാളി തോരന് കൊള്ളത്തില്ല. ഇനി ഞാനിവിടെ ഒരു ചെറിയ സബോള കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട്. 2 തണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇതിൻ്റെ ഈ കറുപ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ടൊമാറ്റോ എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല കൊച്ചായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തോരൻ വയ്ക്കാം. പച്ചത്തക്കാളി തോരൻ വയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരൽപ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നിളക്കി കൊടുക്കാം. ഇനിയും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള ഒരുമാതിരി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കരിയാപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതും ഒരുമാതിരി ഒന്ന് വഴലണം. ഇത്രയും വഴന്നേച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയുടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒരല്പം ഒന്ന് വഴറ്റിയെടുക്കാം. മലയാളികളുടെ ഊണിനെ ഒഴിച്ചുകൂട്ടാൻ വയ്യാത്ത ഒരു വിഭവമാണല്ലോ തോരനെന്ന് പറയുന്നത്. പച്ചത്തക്കാളിയുടെ തോരനെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു തോരനാണ്. തക്കാളി ഇവിടെ വഴന്നിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റി തോരൻ വെച്ചാൽ നല്ലതുപോലെ തോർന്നിരിക്കും, ഒട്ടും വെള്ളമയം കാണത്തില്ല. ഇനി നമുക്കിതിലേക്ക് തിരുമി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചതയ്ക്കാതെയാണ് ചേർക്കുന്നത്. ഇനിയും നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു അല്പം പുളിയുള്ള തോരനാണ്. അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പച്ചത്തക്കാളിയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളൊന്ന് തോരൻ വെച്ച് കൂട്ടണം. ഇനിയും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ തോരൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ തടയാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. തോരൻ ഇളക്കിയിട്ട് ഒന്നുകൂടി തട്ടിപ്പൊത്തി വെച്ച് മൂടി വയ്ക്കാം. നമ്മുടെ തോരനായോ എന്നൊന്ന് നോക്കാം. ഇത് കണ്ടോ, പറ്റിയിട്ടുണ്ട്. വെള്ളമയം ഒന്നും ഒട്ടുമില്ല. ഇനി ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല പുളിയുള്ള തോരനാണ്. അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇത് വെന്തോന്നു കൂടി ഒന്ന് നോക്കാം. ഇവിടെ തോരന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമയം വല്ലതുമുണ്ടെങ്കിൽ തീ അല്പം കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ തോരൻ കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും കുഴഞ്ഞു പോകാത്ത തോരനാണ്. കണ്ടോ, വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള പച്ചത്തക്കാളിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് കഞ്ഞിക്കും ചോറിനുമൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.